റജബിലെ നോമ്പ് വളരെയധികം ശ്രേഷ്ഠതയും പുണ്യവുമുള്ള നോമ്പുകളാണ്. സയ്യിദ് മഖ്ദൂം തൻ്റെ ഫത്ഹുൽ മുഈൻ രേഖപ്പെടുത്തുന്നുണ്ട്, റമളാനിന് ശേഷം ഏറ്റവും കൂടുതൽ നോമ്പ് ശ്രേഷ്ഠമായത് യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളിലാണ്. യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹറമിലേതും പിന്നെ റജബിലേതും പിന്നെ ദുൽഹിജ്ജയിലെയും പിന്നെ ദുൽഖഅദയിലെയും ആകുന്നു. റജബിലെ നോമ്പിൻ്റെ പവിത്രതയെ കുറിക്കുന്ന ധാരാളം ഹദീസുകളൊക്കെ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അറിയുക നിശ്ചയമായും റജബ് അള്ളാഹുവിൻ്റെ മാസമാണ്, ഷഅബാൻ എൻ്റെ മാസമാണ്, റമദാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ്. ഈമാനും വഹ്തിസാബ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടും ഈമാൻ കൊണ്ടും ഒരാൾ റജബിലെ ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചാൽ അവനെ അള്ളാഹുവിൻ്റെ തൃപ്തി നിർബന്ധമായി അവനെ അത്യുന്നതമായ ഫിർദൗസിൽ താമസിപ്പിക്കുകയും ചെയ്യും. 2 ദിവസം നോമ്പ് നോറ്റാൽ 2 ഇരട്ടി പ്രതിഫലമുണ്ട്. ഓരോ ഇരട്ടിയും ദുനിയാവിലെ ഒരു പർവ്വതം പോലെയാണ്. റജബിലെ 3 ദിവസം നോമ്പ് നോറ്റോ അവൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ അള്ളാഹു ഒരു കിടങ്ങുണ്ടാക്കും. ആ കിടങ്ങിൻ്റെ വഴിദൂരം തന്നെ ഒരു വർഷത്തെ സഞ്ചാര ദൂരമാണ്. റജബിലെ 4 ദിവസം ഒരാൾ നോമ്പ് നോറ്റാൽ അവന് വെള്ളപ്പാണ്ട്, ഭ്രാന്ത്, കുഷ്ഠം, പരീക്ഷണം, ദജ്ജാലിൻ്റെ ഫിത്ന എന്നിവയിൽ നിന്ന് അവൻ രക്ഷപ്പെടും. റജബിലെ 5 ദിവസം ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ അവൻ നരകശിക്ഷയിൽ നിന്ന് നിർഭയനായി. 6 ദിവസം നോമ്പനുഷ്ഠിച്ചാൽ 14-ാം രാവിലെ ചന്ദ്രനേക്കാൾ വലിയ പ്രകാശവുമായി അവൻ ഖബറിൽ നിന്നും പുറപ്പെടും. 7-ാം ദിവസം നോമ്പനുഷ്ഠിച്ചാലോ അവനെ തൊട്ട് നരകത്തിൻ്റെ 7 കവാടങ്ങൾ അടക്കപ്പെടുന്നു. 8 നോമ്പ് അനുഷ്ഠിച്ചാലോ ഓരോ നോമ്പിനും സ്വർഗ്ഗവാതിൽ തുറന്നു കൊടുക്കും. 9 നോമ്പനുഷ്ഠിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നവനായി ഖബറിൽ നിന്നും അവൻ പുറപ്പെടും. 10 ദിവസം നോമ്പനുഷ്ഠിച്ചാൽ സിറാത്ത് പാലത്തിൻ്റെ ഓരോ മൈലും, ഒരു മൈൽ എന്ന് പറഞ്ഞാൽ തന്നെ 4000 ചവിട്ടടിയാണ്, അങ്ങനത്തെ ഓരോ പുതപ്പുകൾ ഉണ്ടാക്കി അള്ളാഹു അവന് കൊടുക്കും. അവയിൽ അവൻ വിശ്രമിക്കും. എത്രത്തോളം മഹത്വമാണ് നമ്മുടെ വിശുദ്ധ റജബിലെ നോമ്പ്. സൗബാൻ റളിയല്ലാഹുവിനെ തൊട്ട് നിവേദനം ചെയ്ത ഒരു ഹദീസിലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, തങ്ങൾ ഖബറുകളുടെ അരികിലൂടെ ഇങ്ങനെ നടന്നുപോയി അവിടുന്ന് കരയുകയും ചെയ്തു. നബി തങ്ങൾ പറഞ്ഞു, ഓ സൗബാനെ, ഈ ഖബറിലെ ആളുകൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, അവർക്ക് ലഘൂകരണം ലഭിക്കാനായി ഞാൻ ദുആ ചെയ്തു. സൗബാനെ, ഇക്കൂട്ടർ റജബിലെ ഒരു ദിവസം നോമ്പ് നോൽക്കുകയും ഒരു രാത്രി നിസ്കരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുകയില്ലായിരുന്നു. ഞാൻ നബിയോട് ചോദിച്ചു, നബിയെ, ഒരു ദിവസത്തെ നോമ്പും ഒരു രാത്രിയിലെ നമസ്കാരവും അവരെ ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷിക്കുമോ? നബി തങ്ങൾ പറഞ്ഞു, അതെ, അള്ളാഹുവാണേ സത്യം, റജബിലെ ഒരു രാത്രി നമസ്കരിക്കുകയും ഒരു ദിവസം നോമ്പ് നോൽക്കുകയും ചെയ്ത ഒരു മുസ്ലിം സ്ത്രീയെയോ പുരുഷനെയോ അള്ളാഹു ഒരു കൊല്ലം പകൽ മുഴുവൻ നോമ്പ് നോറ്റ പ്രതിഫലം കൊടുക്കാതെ ഒരു കൊല്ലം രാത്രി നിസ്കരിച്ച പ്രതിഫലം നൽകിയിട്ടല്ലാതെ ഇല്ല.